കർത്താവേ, സ്തോത്രം, 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 സ്തോത്രം. വലിയവനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ സന്നദ്ധയിൽ നിന്ന് ഞങ്ങൾ വായിച്ച സങ്കീർത്തനത്തിനായ സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ട ആത്മീയമായ നന്മകൾ, ആത്മീയമായുള്ള ആഹാരം, ശക്തി ഇവ സ്വർഗത്തിൽ നൽകി തരുമാറാകണം. ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ആരാധനയും വിടുതലിന്റെ ശുശ്രൂഷയും തരുമാറാകണം. കാത്തോളമേ, അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇന്നത്തെ ആരാധനയെ കർത്താവ് സന്ദർശിക്കണം. കാത്തോളമേ, യേശുവിന്റെ നാമത്തിൽ നോക്കിയിരിക്കും. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഈ ആഴ്ചവട്ടത്തിന്റെ ഒന്നാമത്തെ ദിവസം ആരാധനയ്ക്കായി കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ ആരാധന എന്നത് ഒരു സുപ്രധാന ഘട്ടമാണ്. കാരണം ആരാധനയിൽ വരുന്നത് അതുപോലുള്ള പ്രതീക്ഷയോടുകൂടിയാണ്. കാരണം ആരാധനയിൽ കൂടിയാണ് നമുക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുള്ള വാഗ്ദത്തം പ്രാപിപ്പാൻ വ്യവസ്ഥ വെച്ചിരിക്കുന്നത്. ആരാധനയിൽ പ്രസാദിക്കുന്ന സമയത്ത് അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായി ഹാവേലിന്റെ പ്രാണൻ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ പഴയ നിയമത്തിലുള്ള ദൈവത്തിന്റെ ജനം ദൈവത്തിന്റെ സന്നിധിയിലുള്ള അവകാശികളായി തീർന്ന സന്ദർഭമാണ് ആരാധന എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഈ പുതിയ നിയമത്തിലും കർത്താവിനെ ആരാധിപ്പാൻ കർത്താവിന്റെ ജനം കൂടെ കടന്നു വരുമ്പോൾ അവരെ അവകാശം ഉറപ്പിക്കുകയും അതിൻ്റെ ദൈവത്തിൽ നിന്നൊരു സന്നിധിയിൽ നിന്നുള്ള അടയാളങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്ന സമയമാണ് ആരാധന. ആരാധനയ്ക്ക് മുൻപും പ്രസാദിച്ച ആരാധനയ്ക്ക് മുൻപും പിൻപുമുള്ള സമയമെന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. എന്തെന്നാൽ ആരാധനയിൽ പ്രസാദിച്ച ഒരു സമയം ഉണ്ടെങ്കിൽ അവിടെ മുതൽ ആ മനുഷ്യന്റെ ശബ്ദം ഈ ലോകത്തിൽ മാത്രമല്ല ആത്മീയ മണ്ഡലങ്ങളിലേക്കും പ്രവേശിക്കും. നമ്മൾ വചനത്തിൽ പഠിക്കുന്നത്, നിങ്ങൾ കൂകി നിലവിളിച്ചാലും ദൈവം കേൾക്കുകയില്ല. ഒരു മനുഷ്യൻ എത്ര തന്നെ ഒച്ച വെച്ചാലും ആത്മീയ മണ്ഡലങ്ങളിലേക്ക് അത് പ്രവേശിക്കില്ല. ദൈവത്തിൻ്റെ ഇടയ്ക്കിലേക്ക് അത് എത്തുകയില്ല. അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് ധ്രുവവർഗം കൊടുക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുന്ന ഒരു പ്രാർത്ഥന വേണമെങ്കിൽ അതിന് ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായം ആവശ്യമാണ്. അതുകൊണ്ടാണ് ആത്മാവിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആരാധനയിൽ പ്രസാദിച്ചാൽ ആ സമയം മുതൽ വിട്ടുപിരിയാത്ത ആത്മാവിന്റെ സാന്നിധ്യം ആ മനുഷ്യനോട് കൂടെ ഉണ്ടായിരിക്കും. അവൻ മരണസമയത്തും അവനെ പ്രതീക്ഷയോടെ കാത്തിരുന്ന് ശിമയോൻ കാത്തിരുന്നത് പോലെ കർത്താവിന്റെ രക്ഷയെ കാണുന്നതുവരെയും നീ മരിക്കുകയില്ല എന്ന് വാക്ക് കെട്ടിയിട്ടുള്ളത് കൊണ്ട് ആ സമയം വരെയും കാത്തിരിക്കാൻ ദൈവം പ്രാപ്തനാക്കി. വയസ്സ് ചെന്നു, വാർദ്ധക്യത്തിലെത്തി, സ്വന്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള കെൽപ്പില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ശിമയോൻ. എന്നാൽ അവനിൽ ദൈവം പ്രസാദിച്ച സമയത്ത് കർത്താവ് പറഞ്ഞു, ഇപ്പൊ ഈ പറഞ്ഞ കാര്യം കാണുന്നത് വരെയും നീ മരണം ആസ്വദിക്കുകയില്ല. അപ്പോൾ ഇനി നമ്മൾ ഇന്ന് ലോകത്ത് കാണുന്ന പോലെ രോഗങ്ങൾ, ഹാർട്ട് അറ്റാക്ക്, അപകടങ്ങൾ, ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോകാൻ എന്തെല്ലാം സാഹചര്യങ്ങളാണ്. ആ സാഹചര്യങ്ങളെക്കുറിച്ച് ശരീരശാസ്ത്രം അറിയാവുന്നവരും ആത്മീയ ജീവിതത്തെക്കുറിച്ച് അറിയാവുന്നവരും ആധികാരികമായിട്ട് പറയുന്നത് ശ്രദ്ധിച്ചാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. അത് വചനത്തിലുണ്ടത്.
ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ശരീര ശാസ്ത്രത്തെക്കുറിച്ച് അറിയാവുന്നവൻ അവനെ ഉപദ്രവിക്കുകയില്ല. ഒരു തല്ലുകയോ ഇടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ശക്തിയായിട്ട് ഒരു പ്രഹരം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ മരിക്കുന്ന, അപ്പോൾ ആ ശരീരം നിർജീവമായി പോകുന്ന ഒരവസ്ഥയുള്ള ഒരു ജീവിതമാണ് മനുഷ്യന്റെ ശരീരം. അതുകൊണ്ട് തന്നെ ജാതികളുടെ ഇടയിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, മർമ്മം അറിയാവുന്നവൻ ഒരു മനുഷ്യൻ അവനെ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് എല്ലാം സൂക്ഷിക്കും. അത്രമാത്രം അത്രമാത്രം സങ്കീർണമാണ് ഒരു മനുഷ്യ ശരീരത്തിന് നിർമ്മിതി എന്ന് പറയുന്നത്. ചില നാളുകൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി വായിച്ചുകൊണ്ടിരുന്ന കട്ടിൽ ചരിഞ്ഞു കിടന്ന് പുസ്തകം നോക്കി വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ വന്ന്, കൂട്ടുകാരോ സഹോദരങ്ങളോ ആരോ വന്ന് കാലിന്മേൽ പിടിച്ചങ്ങ് വലിച്ചു. സാധാരണ ഒരു ബെഡിൽ കിടന്ന് വലിച്ചാണ്. ഈ ചാരിയിരുന്ന പെൺകുട്ടിയുടെ ശരീരം അങ്ങ് വലിഞ്ഞതിന് ശേഷം തലയുടെ പുറകുവശം വന്ന് കട്ടിലിന്റെ എഴുകയിലടിച്ച്. അപ്പോൾ തന്നെ മരണം സംഭവിക്കുകയും ചെയ്തു. ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എവിടെയെല്ലാം പോയിട്ടും ആള് മരിച്ചു. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ തലയ്ക്കേറ്റ ആഘാതം. അതിന് അത്രമാത്രം ആഘാതം നേരിട്ടില്ലല്ലോ. അത് നമ്മളിവിടെ ചിന്തിക്കുന്നത് അത്രമാത്രം സങ്കീർണമാണ് ഒരു മനുഷ്യ ശരീരം. ഇതിന് ആത്മീയ വശമുണ്ട്. ഒരു മനുഷ്യൻ ആത്മീയമായിട്ട് വീഴാൻ എത്ര സമയം വേണം? കത്തിജ്വലിച്ചുകൊണ്ടിരുന്ന ഒരു കർത്താവിന്റെ ദാസനായിരുന്നു ദാവീദ്. അവനൊരു സ്ത്രീയെ കണ്ട് മോഹിച്ച് അപ്പോൾ തന്നെ ആ മോഹം ഉള്ളിൽ വന്ന് ദൈവത്തെ നിരസിച്ചു. ഇതെല്ലാം ദിവസങ്ങൾ കൊണ്ട് സംഭവിച്ച കാര്യമല്ല, നിമിഷം കൊണ്ട് സംഭവിച്ചതാണ്. അപ്പോ ആ സമയം അദ്ദേഹം വീണു. കർത്താവിന്റെ ദാസനായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ഇതാ വീണു. അതിന് ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട. നമ്മൾ പറയുന്നത് ഒരു മനുഷ്യന്റെ ആത്മീയവും ശാരീരികവും ഭൗതികവുമായിട്ടുള്ള ജീവിതത്തിന്റെ അല്പതമാണ്. എത്രയോ നിസ്സാരം. ഇത് ദൈവത്തിന്റെ കരുണയില്ലാതെ കാത്തു സൂക്ഷിക്കപ്പെടാൻ പറ്റില്ല. ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ ദൈവത്തിന്റെ കരുണയില്ലാതെ, ദൈവത്തിന്റെ സൂക്ഷിപ്പില്ലാതെ സാധിക്കില്ല. ഇതാ നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥം. മനുഷ്യ ജീവിതം ആത്മീയ മണ്ഡലങ്ങളിൽ നിന്നുള്ള സപ്പോർട്ടില്ലാതെ നിലനിൽക്കുകയില്ല എന്നാണ് പറഞ്ഞതിനർത്ഥം. അതാണ് ഉറ്റുനോക്കാൻ പോയവര് തിരിച്ചു വന്ന് ദുർവർത്തമാനം പറഞ്ഞപ്പോൾ അതിൽ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത യോശുവയും കാലേബും പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങൾ പറയുന്ന പോലെ അല്ല, അവർ ശക്തരാണ്, ശരി, സമ്മതിച്ചു, പക്ഷെ അവരുടെ ശരണം അറ്റുപോയിരിക്കുന്നു. അവരുടെ ശരണം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യനും ജീവനും ശ്വാസവും നൽകുന്നവൻ, അത് പരിപാലിച്ചുകൊണ്ട് പോകുന്ന അനുഭവവും കൂടി ഉണ്ട്. അതിനാണ് യോബിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് കൂടാരക്കയർ എന്ന് പറയുന്നത്. നമ്മുടെ ഭൗമമായ കൂടാരമാണ് നമ്മുടെ ശരീരം. നമ്മൾ വസിക്കുന്ന ശരീരം എന്ന് പറയുന്നത് ഭൗമമായ കൂടാരമാണ്. ഇത് പിടിച്ച് ഇങ്ങനെ നിർത്തി കൂടാരത്തില് ഈ യാത്രയൊക്കെ പോകുന്നവർ കൂടാരം അടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്. അവസാനം കൂടാരത്തിന്റെ ഉപയോഗം കഴിഞ്ഞ് അവരടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോകുമ്പോൾ ആ കൂടാരത്തിന്റെ കയറൊന്നും കഴിച്ചാൽ മതി, കാണാം എല്ലാം കൂടെ കൂടി ഒരു കെട്ട് തുണി മാത്രം, ഒരു കെട്ട് ക്യാൻവാസ് മാത്രമായിട്ട് അത് വീണ് കിടക്കുന്നത് കാണാം. അത്രേ ഉള്ളൂ. ഇതുപോലെയാണ് മനുഷ്യ ശരീരം. ഇത് കെട്ടി നിർത്തിയിരിക്കുകയാണ്. ഇത് കൂടാരം കയറുകൊണ്ട് കെട്ടി നിർത്തിയിരിക്കുന്ന പോലെ ഇത് കർത്താവ് നിർത്തിയിരിക്കുകയാണ്. ഈ കൂടാരക്കത്തെ കയറം കഴിച്ചു കഴിഞ്ഞാൽ തീർന്നു. അപ്പൊ ഭൗതികമായിട്ടുള്ള നിലനിൽപ്പ് മാത്രമല്ല മനുഷ്യന്റെ ജീവിതം. ആത്മീകമായി നമ്മൾ അറിയാത്ത, അല്ലെങ്കിൽ മനോരാശി അറിയാത്ത ഒരു കെട്ടുകൂടി, ഒരു കയറുകൂടി ഉണ്ട്. ഇതാണ് ഒരു മനുഷ്യനെ നോക്കേണ്ടത്. ഇത് കാണുന്നവനാണ് യഥാർത്ഥത്തിൽ ആത്മീയൻ. അത് നോക്കി കണ്ടുപിടിച്ച്
ആ കൂടാരത്തിന്റെ കയർ ഇപ്പോഴും ദൈവം പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവനോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അവിടെ ഇസ്രായേൽ ജനത്തിൽ 2 പേര് മാത്രം നോക്കിയപ്പോൾ അവിടെ അനാക്യ മല്ലന്മാരുണ്ട്, അമാലേക്കരുണ്ട്, അമോര്യരുണ്ട്, ശക്തരായിട്ടുള്ള ശക്തരായിട്ടുള്ള മനുഷ്യരെല്ലാവരും അവിടെയുണ്ട്. പക്ഷേ നോക്കിയപ്പോ അവിടെ എല്ലാവരുടെയും കൂടാരക്കയർ അറ്റുപോയവരാ. ശരണം അവർക്ക് പോയപ്പോൾ ദൈവം ആത്മീയ മണ്ഡലത്തിൽ നിന്ന് അവരെ താങ്ങുന്നില്ല എന്നർത്ഥം. അപ്പൊ നമ്മളെയും നിലനിൽപ്പ് നമ്മൾ നോക്കിക്കൊള്ളണം. നമ്മൾ ഭൗതികമായിട്ട് ഇന്ന് കഴിഞ്ഞു, നാളെ കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചു, ഇങ്ങനെയെങ്കിലും പോകുന്നുണ്ടെങ്കിലും ഈ കൂടാരക്കയറങ്ങ് അറ്റുപോയാൽ, ദൈവത്തിന്റെ താങ്ങൽ ഇല്ലാതെയായി കഴിഞ്ഞാൽ ഏത് സമയത്തും നമ്മളില്ലാതെ പോകാം. ഏത് സമയത്തും. ഇതിനു മുമ്പ് കർത്താവിന്റെ ദാസന്മാർക്ക് ആലോചന കൊടുക്കും. അതുകൊണ്ടാണ് പത്രോസ് ലേഖനം എഴുതുമ്പോൾ പ്രകാരം പറഞ്ഞത്, എന്റെ കൂടാരം അഴിഞ്ഞു പോകാൻ അടുത്തിരിക്കുന്നുവെന്ന് എന്റെ കർത്താവ് എനിക്ക് ആലോചന തന്നു. കൂടാരത്തിന്റെ കയറ് അഴിക്കാൻ പോവാ, ഇനി വലിയ താമസം ഇല്ലാന്ന് പറഞ്ഞതിനർത്ഥം. പറഞ്ഞു വന്നതിന്റെ സാരം, മനുഷ്യർക്ക് രോഗങ്ങളുണ്ട്, അപകടങ്ങളുണ്ട്, അവരുടെ പല തരത്തിലുള്ള ജീവൻ നഷ്ടപ്പെടാനുള്ള പല സാഹചര്യങ്ങളും അവർക്കുണ്ട്. അത് ആത്മീയ മണ്ഡലത്തിലുണ്ട്, ഭൗതിക മണ്ഡലത്തിലുണ്ട്. എന്നാൽ നിർത്തുന്നവൻ ദൈവമാണ്. ജീവിപ്പിക്കുന്നവനും നിർത്തുന്നവൻ ദൈവമാണ്. ശരീരത്തെ ജീവനോട് ശേഷിപ്പിക്കുന്നവൻ ദൈവമാണ്. അതുപോലെ തന്നെ വിശ്വാസകോളത്തിൽ ആത്മീയ മണ്ഡലത്തിൽ നിൽക്കുന്നവനും ദൈവത്താലാണ്. ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത്, ശിമയോൻ ഒരു വാക്ക് കേട്ടു, ഇത് കാണുന്നവരെ നീ മരിക്കില്ല. ഇനി മരിക്കാതിരിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ആത്മീയമായിട്ടും ഭൗതികമായിട്ടും സൂക്ഷിക്കേണ്ടവൻ ദൈവമാണെന്നർത്ഥം. ഈ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവന്റെ ജീവിതം എത്ര സന്തോഷമായിരിക്കും. വളരെ നിരാശയോടും വളരെ ഭാരത്തോടും പ്രയാസത്തോടും കൂടി എല്ലാം നമ്മൾ പലപ്പോഴും ആയിരിക്കുന്നു. എന്തിനു ജീവിക്കുന്നു എന്നെല്ലാം പലപ്പോഴും തോന്നാം. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ഞാൻ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ജീവിച്ചിരിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ആവശ്യവും ദൈവത്തിനാണെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിനാണെങ്കിൽ, പിന്നെ ഞാൻ ചിന്തിക്കുന്നത്, ശിമയോൻ കിടന്ന് ഉറങ്ങുന്നു, ശിമയോൻ നടക്കുന്നു, വണ്ടി ഇടിക്കുവോ, പാമ്പ് കടിക്കുവോ, ഹാർട്ട് അറ്റാക്ക് വരുമോ, രോഗങ്ങൾ വരുമോ, കൊഴുപ്പുള്ള ആഹാരങ്ങൾ കഴിച്ചാൽ അതിന് പ്രശ്നം ഉണ്ടാവുമോ? ഇതൊന്നും ശിമയോന് ചിന്തിക്കേണ്ട കാര്യമില്ല. ശിമയോൻ അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ശിമയോൻ യേശു എന്ന പൈതല്, അവന്റെ മാതാപിതാക്കള് ദൈവാലയത്തിൽ കൊണ്ടുവരുന്ന താൻ നേരിട്ട് കാണുന്നതുവരെയും അവൻ ജീവിച്ചിരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ശിമയോനല്ല, ദൈവത്തിനാണ്. അത് ദൈവമാണ്. ഈ ഒരു ഉത്തരവാദിത്വമാണ് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഈ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കണമെങ്കിൽ എളുപ്പം നടക്കില്ല. ഞാൻ എവിടെയും പോകും, എന്തും പറയും, എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്തും ഞാൻ ചാവുമെന്നർത്ഥം. പക്ഷേ ഒരു സമയമുണ്ട്, ആരാധനയിൽ പ്രസാദിക്കുന്ന സമയം. ദൈവാരാധനയിൽ പ്രസാദിച്ചു കഴിഞ്ഞാൽ, ആത്മീയ മണ്ഡലങ്ങളിലേക്ക് എൻ്റെ ശബ്ദം പ്രവേശിക്കാൻ തുടങ്ങിയാൽ, ഞാൻ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അബ്രഹാമിൻ പ്രാപിച്ചതുപോലെ സ്ഥാനം പ്രാപിച്ചു കഴിഞ്ഞാൽ, പിന്നെ എന്നെ കാക്കുന്നത്, നമ്മൾ വരാനുള്ള പ്രത്യാശയ്ക്ക് വേണ്ടി ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്കെന്ന വചനത്തിലുണ്ട്. പിന്നെ ദൈവത്തിന്റെ ശക്തിയാണ് നമ്മുടെ ജീവനെ പരിപാലിക്കേണ്ടത്, നമ്മുടെ ആത്മീയതയെ പരിപാലിക്കേണ്ടത്. ഈ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇന്ന് നമ്മുടെ ആരാധനയിൽ ഏറ്റവും മുഖ്യമായിട്ട് നമുക്ക് വേണ്ടത്. അതങ്ങ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ, ഇന്ന് ഈ ശുശ്രൂഷിക്കുന്ന എൻ്റെയും കൂടെ എൻ്റെ ഉത്തരവാദിത്വവും അതുതന്നെയാണ്. ഞാൻ അത്രമാത്രം നമ്മൾ ചുരുക്കം പേര് ഇത് സംബന്ധിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കണം. ആ ഉത്തരവാദിത്വം കർത്താവിന്റെ മക്കളായിരിക്കണം. ഞങ്ങൾ കടന്നു പോകുന്ന വഴി ഈ ശരീരത്തിന്റെ സങ്കീർണത, ആത്മീയ ജീവിതത്തിന്റെ സങ്കീർണത, ഇതൊക്കെയും കർത്താവ് അറിയുന്നു. ഒരു നിമിഷം മതി ഇത് മുഴുവൻ ഇല്ലാതാകാൻ. ഒരു വാക്ക് മതി ഈ ആത്മീയ ജീവിതം മുഴുവൻ തകർന്ന് താളടിയാകാൻ.
കാരണം നിന്റെ വാക്കിനാൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കിനാൽ കുറ്റം വിധിക്കപ്പെടുകയും, ഇങ്ങനെ ഏത് വിധത്തിലും ഞങ്ങൾ വീഴാനും ഞങ്ങൾ നശിക്കാനും ശത്രു ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളോട് പിന്നാലെ നടക്കുമ്പോൾ, അങ്ങനെയല്ല, അവൻ ജീവിച്ചിരിക്കേണ്ടതിൻ്റെയും അവൻ്റെ ശാരീരികമായിട്ടും ആത്മീയമായിട്ടും അവൻ ജീവിച്ചിരിക്കേണ്ടതിൻ്റെ ആവശ്യകത സ്വർഗത്തിനാണെന്ന് ഒരു വാക്ക് വന്നാൽ തീർന്നു, മതി. ആത്മാർത്ഥമായിട്ടും ഹൃദയപൂർവ്വവും ആ വിഷയത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുക. ഇന്ന് ഈ പ്രാർത്ഥനയിൽ, ആരാധനയിൽ കർത്താവ് അത് സാധിപ്പിച്ചു തരണം. അധികമായിട്ടൊന്നും കർത്താവിൻ്റെ സന്നിധിയിൽ ചോദിക്കുന്നില്ല, കർത്താവ് അത് ചെയ്തു തരണം. അങ്ങനെ ആ ഒടുവിൽ വാർദ്ധക്യം കൊണ്ട് തീരെ വളരെ വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുന്ന ശിമയോൻ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നിന്നെ നീ കാത്തിരുന്ന ദിവസം വരുന്നു, നീ കാത്തിരുന്ന ദിവസം വരുന്നു, ദാ നീ കാത്തിരുന്ന ആ രക്ഷ ആ പൈതലുമായിട്ട് വരുന്നു. വന്നപ്പോൾ അമ്മ മറിയയും യോസേഫ് പിതാവും കൂടെ കൂടി ആലയത്തിലേക്ക് വന്നു. ശിമയോൻ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണയാൽ ആലയത്തിലേക്ക് ചെന്ന് കുഞ്ഞിനെ കൈകളിൽ ഏന്തി ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ, നാഥ, നീ എന്നെ സമാധാനത്തോടെ അയക്കുന്നു. സകല ജാതികളിലെ ഒരുക്കിയിരിക്കുന്ന മാനവരാശിയുടെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. കണ്ണുകൊണ്ട് കാണുന്നത് വരെയും വിടില്ല എന്ന് പറഞ്ഞാൽ, കൂടാരത്തിന്റെ കയറ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരാൾ പിടിച്ചേക്കുക. ഇപ്പോ ശിമയോൻ പറയുകയാണ്, ഇപ്പോൾ നാഥ, നീ എന്നെ സമാധാനത്തോടെ വിട്ടയക്കുന്നു, കൂടാരക്കയറ് വിടാൻ പോവാ. കാരണം അവന്റെ കണ്ണ് കാണേണ്ടത് കണ്ടു. അവന്റെ കണ്ണ് കാണേണ്ടതുപോലെ കണ്ടു. കർത്താവ്, ദൈവത്തിന്റെ ഒരു വാക്ക്, ദൈവത്തിന്റെ ഒരു വാഗ്ദത്തം അത് കിട്ടിയാൽ അത് നിമിത്തം ആ മനുഷ്യന്റെ ജീവിതം എത്ര ധന്യമെന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. സമാധാനത്തോടെ വിട്ടയച്ചു. കൂടാരക്കയറിൽ പിടിച്ചിരുന്നവൻ വിട്ടു. അവന്റെ കണ്ണ് രക്ഷയെ കണ്ടു. ജീവിതം ധന്യമായി തീർന്നു. ആരാധനയുടെ മഹത്വം എത്ര വലുത്, എത്ര ഭയങ്കരത്വം. ഇന്ന് ഈ ചുരുക്കമായി നമ്മൾ കൂടിയിരിക്കുമ്പോൾ, ഇന്ന് ഇതിൽ സംബന്ധിക്കുന്ന സകല ജനവും ഓർത്തിരിക്കേണ്ടത്, ദൈവമേ, നീ എന്നെ വിളിച്ചത് തന്നെ നിന്നെ ആരാധിപ്പാനാണ്. ആരാധനയിൽ കൂടി സാധിക്കേണ്ടതാണ് ഇന്ന് ഞങ്ങൾ കേട്ടത്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനപ്രകാരം, കർത്താവെ, എൻ്റെ ശരീരത്തിൻ്റെ ജീവിതത്തിൻ്റെയും ആത്മാവിൻ്റെ ജീവിതത്തിൻ്റെയും ഉത്തരവാദിത്വം കർത്താവ് ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് മുതൽ ദൈവശക്തിയിൽ എന്നെ എൻ്റെ കൂടാരക്കയർ കാത്തു സൂക്ഷിച്ച് ആ ദിവസത്തിലേക്ക് എന്നെ നടത്തിക്കൊള്ളുമാറാകുന്നു. ഞാൻ ജീവിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വവും ആവശ്യവും സ്വർഗത്തിൻ്റെതായിരിക്കട്ടെ. ഈ ജനത്തിന് വേണ്ടി കർത്താവ് പ്രവർത്തിക്കണം. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന വൃഥാവായി പോവുകയില്ല. നിശ്ചയമായിട്ടും കർത്താവ് പ്രവർത്തിക്കും. ഹല്ലേലൂയ, സ്തോത്രം. സവിത പ്രാർത്ഥിച്ച് ഈ വിഷയത്തിന് വേണ്ടിയിട്ട്.